that gives dreams. And if it is a dream giver that has given you those dreams, then he can make those dreams happen. Hallelujah. In the most amazing way, in 2 weeks I land an incredible job. I start making a lot of money. I start working on the 81st floor of the North Tower of the World Trade Center. World Trade Center North endilulla 81ാം നിലയിൽ ഞാൻ ജോലി ആരംഭിച്ചു. My wife started working on the 71st floor of the South Tower. അതേ ബിൽഡിങ്ങിന്റെ സൗത്ത് ടവറിൽ 71ാമത്തെ നിലയിൽ എൻ്റെ ഭാര്യയും ജോലി ആരംഭിച്ചു. She's 4 months pregnant with our son. താൻ ആ സമയത്ത് 4 മാസം ഗർഭിണിയായിരുന്നു. Everything going well for us. ഞങ്ങൾക്ക് എല്ലാ കാര്യവും വളരെ സന്തോഷത്തോടെ. But the morning of September 11, 2001. September 11, 2001 പ്രഭാതത്തിൽ. Before the tragedy happens. വലിയൊരു പ്രശ്നം സംഭവിക്കുന്നതിന് മുന്നേ. I sent an email to someone in my church saying, "Pray for me." എൻ്റെ സഭയിലുള്ള ചിലർക്ക് ഞാൻ ഇമെയിൽ അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I want God to use me. ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. 8:48 in the morning. 8:45. I hear this incredible explosion. ഞാൻ പെട്ടെന്ന് വളരെ വലിയൊരു വിസ്ഫോടനം കേട്ടു. I thought my eardrums would burst. ഞാൻ ചിന്തിച്ചു എൻ്റെ ഇയർഡ്രംസ് ഇപ്പോൾ പൊട്ടിത്തെറിക്കും. This is American flight 11. ഇത് അമേരിക്കയുടെ ഫ്ലൈറ്റ് നമ്പർ 11. Flying coast to coast, this huge jet plane comes crashing into our tower. ഒരു തീരദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് അത് പറക്കുന്നു. ഇത് ഞങ്ങളുടെ ടവറിലേക്ക് ഇടിക്കാൻ ശ്രമിക്കുന്നു. As it crashed in, it tore all the walls. ഇത് പെട്ടെന്ന് തന്നെ മതിലിലേക്ക് ഇടിച്ചിറങ്ങി മതിലുകളൊക്കെ പൊളിഞ്ഞു പോയി. Jet fuel spreads throughout our floor. വിമാനത്തിന്റെ ഇന്ധനം അവിടെയൊക്കെയും വിതറുന്നത് നമുക്ക് കാണാൻ കഴിയും. Smoke all around us, making it hard to breathe. ചുറ്റും പുകപടലങ്ങൾ ഞങ്ങൾക്ക് ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. We started fighting our way through the fire. ഞങ്ങൾ ഈ പുകയിൽ നിന്ന് തീയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ട്. And we finally make our way to the stairwell. അവസാനം ഞങ്ങൾ പടിയിലേക്ക് എത്തി. Thousands of people on that stairwell. ആയിരക്കണക്കിന് വ്യക്തികൾ ആ പടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. The fear of death written on every face. മരണത്തിന്റെ ഭീതി എല്ലാ മുഖങ്ങളിലും രചിച്ചതായി എനിക്ക് കാണാൻ കഴിയും. I'm thinking about my wife who works on the other tower. ഈ മറ്റു ടവറിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. I'm trying to reach her through my cell phone. എൻ്റെ ഫോണിൽ കൂടി തന്നെ വിളിക്കുവാൻ ഞാൻ ശ്രമിച്ചു. And I cannot reach her. എന്നാൽ എനിക്ക് കഴിയുന്നില്ല. I borrow the phones of all the people running down with me. ഈ പടികളിൽ കൂടി താഴേക്ക് ഓടി ഇറങ്ങുന്ന എല്ലാവരുടെയും ഫോണുകൾ ഞാൻ മാറി മാറി ഉപയോഗിച്ചു. But none of the cell phones would work. എന്നാൽ ഒരു സെൽ ഫോണും ഈ സമയത്ത് പ്രവർത്തിക്കുന്നില്ല. We hear another explosion. ഞങ്ങൾ വീണ്ടും മറ്റൊരു ശബ്ദം കേൾക്കുന്നു. This is the second plane crashing into the second tower. രണ്ടാമത്തെ ടവറിൽ ഇടിച്ചിറങ്ങുന്ന രണ്ടാമത്തെ വിമാനത്തിന്റെ വിസ്ഫോടനമായ ശബ്ദം. It took me more than an hour to come down 81 floors. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടാണ് 81 നിലകളും പടികൾ ഇറങ്ങി എനിക്ക് താഴെ വരുവാൻ കഴിഞ്ഞത്. Reach the lowest level. ഞങ്ങൾ ഏറ്റവും താഴെ വന്നു. It's called the plaza. അതിന്റെ പേര് പ്ലാസ എന്നാണ്. Hundreds of bodies scattered on that plaza. 100 കണക്കിന് വ്യക്തികളുടെ മൃതശരീരം അവിടെ കിടക്കുന്നു. Engine of that plane also lying there. അവിടെ ആ പ്ലെയിനിന്റെ എഞ്ചിനും കാണുവാൻ കഴിയും. We were told to go down one more level. വീണ്ടും താഴേക്ക് പടികൾ ഇറങ്ങുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. I get to the lowest level. ഞങ്ങൾ ഏറ്റവും താഴേക്ക് ഇറങ്ങി. And I decided to walk towards the South Tower to be looking for my wife. സൗത്ത് ടവറിലേക്ക് നടക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു. കാരണം എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം. And that's when the unthinkable, the unimaginable happens. അപ്പോഴാണ് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത, നിരൂപിക്കാൻ കഴിയാത്തത് സംഭവിച്ചത്. As I get close to that building, ഞാൻ ആ ബിൽഡിങ്ങിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. I realized that the ground around me is shaking. ഞാൻ മനസ്സിലാക്കി എൻ്റെ ചുറ്റുമുള്ള നിലം മുഴുവൻ കുലുങ്ങുവാൻ തുടങ്ങി. An incredible roar as if there was a bomb that had just imploded. പെട്ടെന്ന് ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച ഒരു ബോംബിന്റെ ശബ്ദം എന്ന പോലെ വലിയ ആർത്തിരം എന്നൊരു ശബ്ദം. But this was not a bomb. ഇതൊരു ബോംബായിരുന്നില്ല. The building I had approached, ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ്, that tower was collapsing. ആ ടവർ വീണുകൊണ്ടിരിക്കുന്നു. Imagine being 15-20 feet away from a building. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏകദേശം 15-20 അടി മാത്രം ഈ ബിൽഡിംഗിൽ നിന്ന് അകലെയാണ്. That is 110 floors in height. ഏകദേശം 110 നിലകൾ ഉള്ള കെട്ടിടം. Tons of concrete steel. അനേക ടൺ കണക്കിനുള്ള കോൺക്രീറ്റും സ്റ്റീലും. That building started going down in like a mushroom. ഒരു കുമിള എങ്ങനെയോ താഴേക്ക് പോകുന്നത് അതുപോലെ ഈ കൂറ്റൻ സമുച്ചയം താഴേക്ക് പോകുന്നു. And I said, God, this is it. ഞാൻ പറഞ്ഞു, കർത്താവേ, തീർന്നു, എല്ലാം. I'm going to die here. ഞാൻ മരിക്കുവാൻ പോകുന്നു. But if I die here, എന്നാൽ ഞാൻ ഇപ്പോൾ മരിച്ചാൽ, where is my soul going to go? എൻ്റെ പ്രാണൻ എവിടേക്കാണ് കടന്നു പോകുന്നത്? My dear brothers and sisters, എന്നെ കേൾക്കുന്ന സഹോദര when death comes knocking at your door, മരണം നിന്റെ ജീവിതത്തിന് മുൻപാകെ വന്ന all the money that you loaded in your fixed deposit accounts will mean nothing. നിന്റെ ബാങ്കിൽ നീ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി കൂട്ടി വെച്ചിരിക്കുന്ന പണം ഒന്നിനും തികയാതെ വരും. The cars that you bought and you drove around will mean nothing. നീ ഓടിച്ചുകൊണ്ടിരുന്ന, നീ സുഖിച്ചുകൊണ്ടിരുന്ന നിന്റെ കാറുകൾ
നന്മകൾ അത് ഒരു ഗുണവുമില്ലാതെ മാറും. Sisters, all the jewelry that you've accumulated will mean nothing. നിങ്ങൾ കൂട്ടിവെച്ച ആഭരണങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയാതെ. Because suddenly in a moment you will realize കാരണം ഒരു നിമിഷത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചറിയും that you came from dust and this body will return to dust. നിങ്ങൾ കടന്നു വന്നത് പൊടിയിൽ നിന്ന് നിങ്ങളുടെ ശരീരവും ഈ പൊടിയിലേക്ക് തിരികെ ചേരും. But there is something precious in you and in me that will never be destroyed. എന്നാൽ എന്നിലും നിങ്ങളിലും വളരെ ശ്രേഷ്ഠമായ ഒന്നുണ്ട്, ഒരിക്കലും നശിക്കാത്ത ഒന്ന്. No fire can destroy it. ഒരു തീയ്ക്ക് നശിപ്പിക്കുവാൻ No earthquake can destroy it. ഒരു ഭൂമി കുലുക്കത്തിനും നശിപ്പിക്കാൻ No sickness, no disease can destroy it. രോഗത്തിനും നശിപ്പിക്കുവാൻ കഴിയാത്തത്. And you may ask, what are you talking about? നിങ്ങൾ ഒരുപക്ഷേ ചോദിക്കും, എന്തിനെക്കുറിച്ചാണ് താങ്കൾ It പറയുന്നത്? is your soul. Your soul will never ever be destroyed. But then 15-20 people with me. എന്നാൽ ഏകദേശം 15-20 പേരുടെ ചുറ്റുമുണ്ട്. We had all huddled together. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നു. I'm on top of these men and women. There are men and women on top of me. ഞാൻ ചിലരുടെ മുകളിൽ കയറി നിൽക്കുന്നു, അവർ എന്റെ മുകളിലാണ്. All of them screaming. Everyone thought we were going to die. എല്ലാവരും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ചിന്ത ഒന്ന് മാത്രം, ഞങ്ങൾ മരിക്കുവാൻ. And there's a verse from this Bible that comes to my mind. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ബൈബിളിലെ ഒരു വാക്യം ഇങ്ങനെയാണ്. Romans 10:13. റോമർ 10:13. Whosoever shall call upon the name of the Lord shall be saved. ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമോ അവൻ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. So I started crying out, Jesus. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. These people are with me. ഈ കൂട്ടുകാരനോടൊപ്പമുണ്ട്. And I felt the Lord saying, where are they going without Jesus? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇവരെവിടേക്കാണ് പോകുന്നത് യേശുവില്ലാതെ. As I started crying out, Jesus. ഞാൻ കരയുവാൻ തുടങ്ങി, യേശുവേ. Not one tried to argue with me or debate with me. ഒരാൾ പോലും എന്നോട് വാക്ക് തർക്കത്തിനായിട്ട് വന്നില്ല. Have you been in a place where you try to share Jesus and they've tried to debate with you? നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വാക്ക് തർക്കത്തിന് വന്നിട്ടുണ്ടോ? Try doing it when someone is close to death. മരണത്തിന് അടുക്കുമ്പോൾ, മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കുക. No, nobody tried to argue or debate with me. ഇല്ല, ആരും എന്നോട് വാക്ക് തർക്കത്തിന് വന്നില്ല. Nobody called upon any other God. മറ്റാരും ഒരു ദൈവത്തിന്റെയും നാമം വിളിച്ചില്ല. My friends, how could they? എങ്ങനെയാണ് സഹോദരങ്ങളെ അവർക്ക് കഴിയുന്നത്? How could they? അവർക്ക് എങ്ങനെ കഴിയും? Because the Bible you and I believe in കാരണം ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത് says there's only one way. അത് പറയുന്ന ഒരേ ഒരു വഴി. Only Jesus could say, I am the way, the truth and the life. യേശുവിന് മാത്രമേ പറയുവാൻ കഴിഞ്ഞുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്. Muhammad said, pray 5 times looking towards Mecca. മുഹമ്മദ് പറഞ്ഞു, മക്കയെ നോക്കി ദിനവും 5 നേരം നിസ്കരിക്കുമെന്ന്. Follow the 5 pillars of Islam. 5 പില്ലേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇസ്ലാമിന്റെ Krishna and all the Hindu leaders read the books that we've given you. ഹിന്ദു ലീഡേഴ്സ് പറയും, നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കുന്ന ബുക്കുകൾ നിങ്ങൾ വായിക്കുക. New Age says follow your bliss. ന്യൂ ഏജ് പറയും, നിങ്ങൾ അതിനെ അനുഗമിക്കുക. Whatever you want, just follow it. നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതിനെയൊക്കെ അനുഗമിക്കുക. But only Jesus said, follow me. യേശു മാത്രമേ Hallelujah. എന്നെ നിങ്ങൾ അനുഗമിപ്പിൻ. I love with the words of Jesus in John 14:6. I am the way, the truth and the life. യോഹന്നാൻ 14:6 യേശു പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമാണ്. These people with me, they prayed with me for a few minutes. എൻ്റെ കൂടെയുള്ള ഈ കൂട്ടുകാർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And then we moved away from that huddle. ഞങ്ങൾ എന്നാൽ ആ കൂമ്പാരത്തിനടുക്കിൽ നിന്ന് മാറിപ്പോയി. I was being buried in debris. ഞങ്ങൾ ചുറ്റും പൊടിപടലങ്ങളാൽ നിറയപ്പെട്ടു. I thought I was going to die there. ഞാൻ ചിന്തിച്ചു ഞാൻ മരണപ്പെടാൻ പോകുകയാണ്. After 15-20 minutes, I tried to get up and plastered with glass and soot. ഞാൻ 15-20 മിനിറ്റിന് ശേഷം എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. എൻ്റെ മുകളിൽ മുഴുവനും ഗ്ലാസ് വീണിരിക്കുന്നു. I thought I was going to die there, choking on all that stuff. ഞാനിത് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ വീണ്ടും ചിന്തിച്ചു, ഞാൻ മരിക്കാൻ പോകുകയാണ്. I quickly realized the people I had prayed with, they were all dead. ഞാൻ മനസ്സിലാക്കി, ഞാൻ ആരോടൊപ്പം പ്രാർത്ഥിച്ചുവോ അവരൊക്കെ മരണപ്പെട്ടു. I said, God, they just prayed. How come they died? ഞാൻ ചിന്തിച്ചു, കർത്താവേ, അവർ ഇപ്പോൾ എന്നോട് പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ, എന്നിട്ടും അവർ മരിച്ചല്ലോ. But I felt the Lord saying, Sujo, എന്നാൽ എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് പറഞ്ഞു, സുജോ, they called upon my name in their dying moments. അവരുടെ മരിക്കുന്ന നിമിഷങ്ങൾ അവർ എൻ്റെ നാമം വിളിച്ചു. And they are resting with me in my presence. Hallelujah. എൻ്റെ സന്നിധിയിൽ അവർ വിശ്രമിക്കുകയാണ്. I looked around, one man alive. ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. We joined hands. He said he was a Christian. ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്തു. താൻ പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. He was an FBI agent. താൻ ഒരു FBI ഏജന്റ് ആണ്. We thought we were going to die. ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ മരിക്കാൻ We couldn't see anything, everything dark, with debris still falling. ഒന്നും കാണുവാൻ കഴിയുന്നില്ല, ചുറ്റും പുകപടലങ്ങളാണ്. But as we started praying, ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ I see a red light, a faint red light. ഞാൻ കണ്ടു, വളരെ പരിമിതമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു ചുമന്ന ലൈറ്റ്. We start following that light. ഞങ്ങൾ ആ ലൈറ്റിനെ ലക്ഷ്യമാക്കി It's a flashing light coming out of an ambulance. അതൊരു ആംബുലൻസിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒന്നായിരുന്നു. That ambulance was crushed. ആ ആംബുലൻസ് അത് പൊളിഞ്ഞിരിക്കുന്നു. But that light was flashing. പക്ഷേ അപ്പോഴും ആ വെളിച്ചം അവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. I'm out of the debris now. ഞാൻ ആ കൂമ്പാരത്തിൽ നിന്ന് പുറത്തു വന്നു. Both the towers have collapsed. 2 ടവറുകളും നശിച്ചിരിക്കുന്നു. I thought, God, why did you spare my life? My wife is dead.
ഞാൻ ചിന്തിച്ചു, കർത്താവേ, നീ എന്തിനു വേണ്ടി എനിക്ക് ജീവൻ തിരികെ തന്നു? എൻ്റെ ഭാര്യ മരിച്ചിരിക്കുന്നു. But God had a plan for her life. എന്നാൽ ദൈവത്തിന് തന്റെ ജീവിതത്തെക്കുറിച്ചും ഒരു പദ്ധതി ഉണ്ടായിരുന്നു. Little did I know that that day my wife would be late to work. എന്നാൽ ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ഭാര്യ അന്നേ ദിവസം ജോലിക്ക് താമസിച്ചു വരുമെന്ന്. The company she would work with had a lot to do with the stock market. താൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനിയാണ്. The stock market opens at 9. സ്റ്റോക്ക് മാർക്കറ്റ് 9 മണിക്കാണ് ആരംഭിക്കുന്നത്. So every day she's at work by 8:40. അതുകൊണ്ട് എല്ലാ ദിവസവും 8:45 താൻ ജോലിക്ക് വരും. But that day God delayed her train by 2 minutes. എന്നാൽ അന്ന് തന്റെ ട്രെയിൻ 2 മിനിറ്റിന് വൈകി. She came into the World Trade Center. താൻ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് കടന്നു വന്നു. But by then the North Tower is hit. എന്നാൽ ആ സമയത്തിനുള്ളിൽ നോർത്ത് ടവറിലേക്ക് പ്ലെയിൻ ഇടിച്ചിറങ്ങി. So they were not allowed to go into the building. അതുകൊണ്ട് ആ ബിൽഡിംഗിലേക്ക് പോകുവാൻ ആരെയും അവർ അനുവദിച്ചില്ല. She gets on the street level. താൻ ആ സ്ട്രീറ്റിലേക്ക് കടന്നു വന്നു. Sees people jumping out of the building. ആ വ്യക്തികൾ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്ത് ചാടുന്നത് താൻ കണ്ടു. And she thought I could be one of them. താൻ ചിന്തിച്ചു, എൻ്റെ ഭർത്താവും ഇവരിൽ ഒരുവനായിരിക്കും. But my Bible says, എന്നാൽ എൻ്റെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, I will have mercy on whom I will have mercy. എനിക്ക് കരുണ തോന്നേണ്ടിയവനോട് എനിക്ക് കരുണ തോന്നും. I will have compassion on whom I will have compassion. എനിക്ക് മനസ്സലിവ് തോന്നേണ്ടിയവനോട് ഞാൻ മനസ്സലിവ് കാണിക്കും. We meet each other late that day. ഞങ്ങൾ ആ ദിവസം കുറെ മണിക്കൂറുകൾക്ക് ശേഷം കണ്ടു. They took us to a place to decontaminate us. ഞങ്ങളെ അപ്രകാരം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവർ ഞങ്ങളെ ഒരു ദേശത്തേക്ക് കൊണ്ടുപോയി. And late that night when we got home, ഞങ്ങൾ അന്ന് രാത്രി വീട്ടിൽ തിരികെ. I said, God, I'm done with corporate America. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ അമേരിക്കയിൽ ഞാൻ വിട പറയാൻ പോകുകയാണ്. I want to be a preacher of the good news of Jesus Christ. ഞാൻ യേശുവിനെ സാക്ഷിക്കുന്ന ഒരുവനായി മാറും. I had no idea how all that would happen. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഇതൊക്കെ And സംഭവിക്കും. God doesn't care what membership you hold. നിങ്ങൾ ഏത് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയെന്ന് ദൈവം ചിന്തിക്കുന്നില്ല. He wants your heart this morning. ദൈവത്തിന് നിങ്ങളുടെ ഹൃദയമാണ് വേണ്ടത്. So in the light of my testimony, അതുകൊണ്ട് ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ, if you are that person that faces death, ഇന്ന് നിങ്ങളാണ് മരണത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തി, if death comes knocking today, ഇന്ന് മരണം നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, do you know for sure where you will go and spend your eternity? നിങ്ങൾക്ക് വ്യക്തമായി അറിയാമോ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചെലവഴിക്കുമെന്ന്? You've heard messages like this before, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കാം. but today God has got your attention. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. You may not